അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഉള്ളിവട വീഡിയോ ആണ് കേട്ടോ. ഉള്ളിവട ഇഷ്ടമില്ലാത്തവർ കുറച്ച് പേരെ കാണുള്ളൂ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്നാക്സ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് 4 മണി പലഹാരം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നത് ഉള്ളിവടയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഉള്ളിവട എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഓർക്കുന്നുണ്ട്, നമ്മുടെ വീട്ടിലൊക്കെ അച്ഛ ഇപ്പം പണിയും കഴിഞ്ഞ് വരുവാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൈ കരുതുമല്ലോ. അപ്പം കൈ കരുതുന്ന കൂടെ എനിക്ക് ഉള്ളിവടയും അമ്മയ്ക്ക് പഴംപൊരിയും അവന്, അതായത് അപ്പുവിന് ബോണ്ടായുമാണ് കേട്ടോ കൊണ്ടുവരാറ് പതിവുള്ളത്. അത് എങ്ങനാണെങ്കിലും അച്ഛൻ ആ ഒരു കോമ്പിനേഷൻ അല്ലെ ആ ഒരു കോംബോ നോക്കി വാങ്ങാൻ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. അവന് ബോണ്ടായോടാണ് താല്പര്യം. അപ്പം ചെറുപ്പം മുതലേ ഇപ്പം അവൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, എവിടെയെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ അവൻ എന്തെങ്കിലും വേണമെന്ന് വെച്ചാൽ ബോണ്ടാന്നേ പറയത്തുള്ളൂ. അപ്പം അവന് ബോണ്ട അങ്ങനെയാണ് കേട്ടോ. അവന് ബോണ്ട ഭയങ്കര പ്രിയപ്പെട്ടതായതുകൊണ്ട് അവൻ അത് വാങ്ങിച്ചു കൊടുക്കും. ഞങ്ങൾക്ക് 2 പേർക്കും ഇതുമാണ് കേട്ടോ വാങ്ങിച്ചു തരുന്നത്. പിന്നെ എല്ലാ വീട്ടിലെയും പോലെ അച്ഛന്മാരുടെ കാര്യം അറിയാലോ. ഇപ്പം ഞങ്ങൾ 4 പേര് ആണ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 4 കടി വാങ്ങിക്കൊണ്ട് വരുവാണെന്നുണ്ടെങ്കിൽ 3 എണ്ണം ഞങ്ങൾക്ക് തരും കേട്ടോ. 3 എണ്ണം തന്നിട്ട് ബാക്കി ഏതെങ്കിലും ഒരെണ്ണം മിച്ചം കാണുമല്ലോ, അത് പിന്നെയും അത് 4ആയിട്ട് ഭാഗിക്കും കേട്ടോ. ഇപ്പോൾ ഒരു പഴംപൊരിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് പിന്നെയും 4ആയിട്ട് ഭാഗിക്കും, എന്താണെങ്കിൽ പോലും. എന്നിട്ട് ചെറിയൊരു പീസ് അച്ചി എടുക്കും, ബാക്കി ആ കുഞ്ഞു പീസ് ഉണ്ടല്ലോ അതെല്ലാം പിന്നെ ഞങ്ങൾക്ക് വീതിച്ച് തരുവാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മൾ വേണ്ടാന്ന് പറഞ്ഞെങ്കിലും പറയും ഞാൻ കഴിച്ചിട്ടാണ് വന്നത്, ഞാൻ 2 എണ്ണം കഴിച്ചിട്ടാണ് വന്നത്, പക്ഷേ കഴിക്കാതെ വന്നേന്നുള്ള കാര്യം നമുക്കറിയാം. മിക്ക വീട്ടിലെയും അച്ഛന്മാർ അങ്ങനെയൊക്കെ തന്നെയാണല്ലേ, നമ്മളെ കഴിപ്പിച്ചിട്ടേ അവർ ബാക്കി കാര്യം നോക്കാറുള്ളൂ. പിന്നെ ഈ ഉള്ളിവടയുടെ എന്തുകൊണ്ടാണ് പ്രിയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ. ഇപ്പം ഉള്ളിവട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നതിനോടാണ് എനിക്ക് താല്പര്യം. അതായത് നമുക്ക് മനസ്സിലായി കാണുമല്ലോ, ചില കടകളിൽ നിന്നൊക്കെ വാങ്ങുന്നത് നല്ല ബളബളാന്നിരിക്കും. അപ്പം റബ്ബർ പോലെ ആയിരിക്കും ഇരിക്കുന്നത് ചിലതൊക്കെ കഴിക്കുമ്പോൾ. ചിലത് കഴിക്കുമ്പോൾ ഭയങ്കര ഹാർഡായിരിക്കും, ഒരു രുചിയൊന്നും ഉണ്ടാവണമെന്നില്ല. ഇതിപ്പോൾ ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്ന ഒരു കൂട്ടാണ് കേട്ടോ. എനിക്ക് എന്തോ അങ്ങനെ തോന്നി. ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന സമയത്ത് ഞാൻ എവിടെയെങ്കിലും കടയിൽ കിട്ടുമോ എന്നാണ് കേട്ടോ ആദ്യം നോക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ കടയിലൊന്നും തന്നെ ഈ ഉള്ളിവട കണ്ടിട്ടുണ്ടായില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഉള്ളിവട എന്തുകൊണ്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കിക്കൂടാ എന്നുള്ള കാര്യം കേട്ടോ. അപ്പം ഞാൻ എന്ത് ചെയ്തു, നമുക്ക് ഓൾറെഡി സവോളയൊക്കെ ഉണ്ടായിരുന്നു, നല്ല മഴ പെയ്യുന്ന ഒരു സമയമായിരുന്നു കേട്ടോ. അപ്പം നല്ല ചൂട് ചായയും അല്ലെങ്കിൽ കട്ടൻ കാപ്പിയും അതിൻ്റെ കൂടെ ഈ ഉള്ളിവടയും കൂടി കഴിക്കുകയാണെങ്കിൽ എന്താല്ലേ ആഹാ അന്തസ്. അപ്പം ആ അന്തസ്സിന് വേണ്ടിയുള്ള പുറപ്പാടായിരുന്നു. ഞാനങ്ങനെതാ സവോളയൊക്കെ അരിയുവാണ് കേട്ടോ. സവോള എപ്പോൾ സവോള അരിഞ്ഞാലും നമ്മുടെ കണ്ണിൽ അത് എന്താണ് കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ സൃഷ്ടിക്കുമല്ലേ. എനിക്കും അതുപോലെ തന്നെയായിരുന്നു. കണ്ണീന്ന് കുടുകിട കണ്ണുനീരങ്ങോട്ട് വീഴാൻ തുടങ്ങി കേട്ടോ. അപ്പം ഈ സമയത്ത് നമ്മുടെ ഷാഡോ അനങ്ങാതെ കിടക്കുവാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു സമയം ഒരു 7 മണി 7:30 കൂടിയൊക്കെ ആയിക്കാണു കേട്ടോ. ആ ഒരു സമയത്താണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ഈ തുള്ളിച്ചാടുന്ന കാണുമ്പോൾ ഒരു സവോള എഴുതുന്നതിന് ഇത്ര ചെയ്തോ, പക്ഷെ ചില